സ്വാഗതം ടോപ് 10ലേക്ക്. പ്രതിഷേധങ്ങൾ സമരം ചെയ്ത CJP ഒഴിവാക്കി. പക്ഷേ വിടാതെ പ്രതിപക്ഷം കേന്ദ്രത്തിനു പിന്നാലെ തന്നെയുണ്ട്. പരീക്ഷകൾ നീറ്റാക്കാനുള്ള നീക്കത്തിൽ കൈകൊടുക്കാതെ ഇന്നവർ കടുപ്പിച്ചു. പ്രതിഷേധക്കാർക്ക് നേരെയുള്ള പെല്ലറ്റ് ആക്രമണത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ മറുപടി വേണമെന്നായിരുന്നു നിലപാട്. എന്തായാലും സ്പീക്കർ ഇടപെട്ടു. നാളെ സഹകരിക്കുമെന്ന ഉറപ്പും കിട്ടി. വിദ്യാർത്ഥികളുടെ ഭാവിക്കുതകുന്ന ബില്ലിന്റെ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രതിപക്ഷത്തിനാകുമോ? ഇന്നത്തെ വാർത്തകൾ വിശദമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. സമാധാനപരമായുള്ള പ്രതിഷേധത്തിനുള്ള അവകാശം ഭരണഘടനാപരമായ ഉറപ്പെന്ന് സുപ്രീം കോടതി. സമരങ്ങളിൽ സാമൂഹിക വിരുദ്ധരുണ്ടെങ്കിൽ അവരെ പ്രത്യേകം നേരിടാമെന്നും ചീഫ് ജസ്റ്റിസ്. സർക്കാർ വാക്കുപാലിച്ചില്ലെങ്കിൽ സമരമെന്ന് CJP. കേസുകൾ നടത്താൻ സാക്ഷി എന്ന പേരിൽ പ്രത്യേക വെബ്സൈറ്റ്. പരീക്ഷാ ക്രമക്കേടുകൾ തടയാനുള്ള പുതിയ ബില്ല് അവതരിപ്പിച്ച കേന്ദ്രം പ്രതിപക്ഷ ബഹളത്തിൽ ചർച്ച ചെയ്യാനാകാതെ പിരിഞ്ഞു. നാളത്തെ ചർച്ചയിൽ പ്രതിപക്ഷം സഹകരിക്കും. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന ധനവകുപ്പ്. ചെലവ് കൂട്ടരുതെന്ന മറ്റ് വകുപ്പുകൾക്ക് നിർദ്ദേശം. സാമ്പത്തിക ലാഭമില്ലാത്ത പദ്ധതികളും മാറ്റിവെക്കാവുന്ന അറ്റകുറ്റപ്പണികളും ഒഴിവാക്കണം. സൗജന്യ ഓണക്കിറ്റ് വിതരണം അടുത്ത മാസം 10 മുതൽ 16 ഇനങ്ങൾ. കിറ്റ് മഞ്ഞക്കാടുള്ളവർക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും. ഓണച്ചന്ത 8 മുതൽ. സപ്ലൈകോയ്ക്ക് 253 കോടി രൂപയുടെ അടിയന്തര സഹായം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുതര ക്രമക്കേടെന്ന ഹൈക്കോടതി. ഓൺലൈൻ വഴിപാടുകളിലും ഡിജിറ്റൽ പണമിടപാടുകളിലും ക്രമക്കേട്. ഡിജിറ്റൽ ഓൺലൈൻ വരുമാനങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ നൽകിയില്ല എന്ന ഓഡിറ്റർ കോടതിയിൽ. സ്വർണം വെള്ളി കണക്കുകളെല്ലാം കൃത്യമെന്ന് ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥൻ. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി ഇനി ഓൺലൈൻ ബുക്കിംഗ്. അടുത്ത മാസം 4 മുതൽ വെർച്വൽ ക്യൂ പ്രാബല്യത്തിൽ. ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേടിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പങ്കെന്ന ആഭ്യന്തര വിജിലൻസ് റിപ്പോർട്ട്. വിശദമായ അന്വേഷണം വേണമെന്ന നിർദ്ദേശം. സംസ്ഥാനത്തെ പോലീസ് സംഘടനകളെ പുനഃസംഘടിപ്പിച്ച് 2 ആക്കി. കോഴിക്കോട് അധ്യാപകർ ഉൾപ്പെട്ട ലഹരി റാക്കറ്റ് കേസിൽ ഉറവിടം തേടി പോലീസ്. അന്വേഷണം വിദ്യാർത്ഥികളിലേക്കും. റൂറൽ SP മെറിൻ ജോസഫിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം. കൂടുതൽ അറസ്റ്റുണ്ടാകും. തിരുവനന്തപുരത്ത് വിദേശികളെ ലക്ഷ്യമിട്ട ലോൺ ആപ്പ് വഴി കോടികളുടെ തട്ടിപ്പ്. 18 ഉത്തരേന്ത്യക്കാർ ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിൽ. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് തിരിച്ചടി. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലി നൽകാനുള്ള ഉത്തരവ് മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കി. ആശ്രിത നിയമനത്തിലെ ഉത്തരവുകളുടെ ലംഘനമെന്ന് കോടതി. സർക്കാർ ജോലി ആർക്കും വലിച്ചെറിഞ്ഞു കൊടുക്കാനുള്ളതല്ലെന്നും ഉത്തരവിൽ. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 മെഡൽ. ഭാരോദ്വഹനത്തിൽ രാജാ മുത്തുപ്പാണ്ടിക്കും ജ്ഞാനേശ്വരി യാദവിനും വെള്ളി. ലോങ് ജമ്പിൽ മലയാളി താരം M ശ്രീശങ്കർ ഫൈനലിൽ. ആദ്യ ശ്രമത്തിൽ തന്നെ 8.01 മീറ്റർ ചാടി ഫൈനൽ ഉറപ്പിച്ചു. 200 മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്കിൽ സജൻ പ്രകാശ് ഫൈനലിൽ. ആധാർ ലഭിക്കാതെ തുടർ പഠനം പ്രതിസന്ധിയിലായ എടത്വ സ്വദേശികളായ ഇരട്ട സഹോദരന്മാർക്ക് നീതി. 2 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആധാർ ലഭിച്ചു. ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ. അമൃത ന്യൂസ് വാർത്തകൾക്ക് പിന്നാലെ. സ്റ്റോറി ഓഫ് ദി ഡേ. സാഹസികതയുടെ ഉയരങ്ങളിൽ ഒരു പെൺകുട്ടി. സമാധാനപരമായ പ്രതിഷേധത്തിനുള്ള അവകാശം ഭരണഘടനാപരമായ ഉറപ്പെന്ന് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കി. സമരത്തിൽ സാമൂഹ്യ വിരുദ്ധരുണ്ടെങ്കിൽ അവരെ പ്രത്യേകം നേരിടാം. കോക്രോച്ച് ജനതാ പാർട്ടി സമരത്തിലെ പോലീസ് നടപടി ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതി നിരീക്ഷണം. ഇതിനിടെ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി തുടർന്നാൽ വീണ്ടും സമരത്തിനിറങ്ങുമെന്ന് CJP മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടി സമരത്തിലെ പോലീസ് നടപടി ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കവെയായിരുന്നു സുപ്രീം കോടതിയുടെ നിർണായക നിരീക്ഷണം. സമാധാനപരമായ പ്രതിഷേധത്തിനുള്ള അവകാശം ഭരണഘടനാപരമായ ഉറപ്പാണെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. എന്നാൽ സമരത്തിൽ സാമൂഹ്യ വിരുദ്ധ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകം നേരിടണമെന്നും കോടതി നിരീക്ഷിച്ചു. സമാധാനപരമായ പ്രതിഷേധങ്ങൾ നിയന്ത്രിക്കുന്നതിന് ദേശീയ തലത്തിൽ ഒരു പ്രോട്ടോകോൾ വേണമെന്നും ചീഫ് ജസ്റ്റിസ് കൂട്ടിച്ചേർത്തു. ആരെങ്കിലും സമാധാനപരമായി പ്രതിഷേധിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിന്
പൊതുചട്ടങ്ങളും ഉചിതമായ സ്ഥലവും വേണമെന്നും കോടതി വ്യക്തമാക്കി. പ്രക്ഷോഭങ്ങൾക്കെതിരായ പോലീസ് അതിക്രമങ്ങളെ ന്യായീകരിക്കാനാവില്ലെന്ന് പറഞ്ഞ കോടതി ആക്രമസക്തരായ ജനക്കൂട്ടം പോലീസുകാരെ ആക്രമിച്ചതിലും ആശങ്ക രേഖപ്പെടുത്തി. പോലീസ് നടപടി ചോദ്യം ചെയ്തുള്ള ഹർജികളും സമരക്കാർ പോലീസിനെ ആക്രമിച്ചത് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജികളും കോടതി നാളെ ഒരുമിച്ച് പരിഗണിക്കും. പരീക്ഷാക്രമക്കേടിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ നിയമ നടപടി ഒഴിവാക്കുമെന്ന് ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ വീണ്ടും സമരത്തിനിറങ്ങുമെന്ന് പാറ്റകളുടെ മുന്നറിയിപ്പ്. अगर कल तक ये रिटर्न सरकार की तरफ से नहीं आता है और जितने भी अलग अलग राज्यों में छात्रों को, युवाओं को, प्रोटेस्टर्स को अरेस्ट किया गया है या डिटेन किया गया है, उन्हें रिलीज़ नहीं किया जाता है तो कॉकरोच जनता पार्टी फिर से പ്രൊട്ടസ്റ്റ് करने को मजबूर होगी. ബീഹാർ, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള നിയമ നടപടി ചൂണ്ടിക്കാട്ടുകയായിരുന്നു ജനതാ പാർട്ടിയുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലും തീരുന്നില്ല. പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം ഇന്നും പ്രതിഷേധിച്ചു. ശക്തമായ പ്രതിഷേധത്തിനിടയിലാണ് കേന്ദ്ര സർക്കാർ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഭാവിക്ക് വേണ്ടിയുള്ള ബില്ലിന്മേലുള്ള ചർച്ച കോൺഗ്രസ് ബോധപൂർവം തടസ്സപ്പെടുത്തിയെന്നാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു തിരിച്ചടിച്ചത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയെ തുടർന്ന് കോക്രോച്ച് ജനതാ പാർട്ടി സമരം അവസാനിപ്പിച്ചെങ്കിലും പാർലമെന്റിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം തുടരുകയാണ്. പ്രതിപക്ഷ ബഹളത്തിനിടയിലും പരീക്ഷാ ക്രമക്കേടിന് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ബില്ലിന്മേൽ സ്പീക്കർ ചർച്ചയ്ക്ക് സമയം അനുവദിച്ചെങ്കിലും പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചതോടെ ആദ്യം 2 മണിവരെയും പിന്നീട് 5 മണിവരെയും തുടർന്ന് ഇന്നത്തേക്കും സഭ പിരിഞ്ഞു. സഭയുടെ മര്യാദ വിട്ട് പ്രവർത്തിക്കുന്ന അംഗങ്ങൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് സ്പീക്കർ മുന്നറിയിപ്പ് നൽകി. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിനും യുവാക്കളുടെ ഭാവിക്കും വേണ്ടിയുള്ള നിർണായക ബില്ലിന്മേലുള്ള ചർച്ച കോൺഗ്രസ് ബോധപൂർവം തടസ്സപ്പെടുത്തുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വിമർശിച്ചു. പ്രതിപക്ഷത്തിലെ പല അംഗങ്ങളും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും കോൺഗ്രസ് ദയവായി ചർച്ചയോട് സഹകരിക്കണമെന്നും കിരൺ റിജിജു ആവശ്യപ്പെട്ടു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിലുണ്ടായ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയും വരെ പ്രതിഷേധം തുടരുമെന്നാണ് പ്രതിപക്ഷ നിലപാട്. പെല്ലറ്റ് ഉപയോഗത്തിൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. പാർലമെന്റ് കവാടത്തിലും ഇക്കാര്യം ഉന്നയിച്ച് പ്രതിപക്ഷം പ്രതിഷേധിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടർച്ചയായി തടസ്സപ്പെടുന്ന പശ്ചാത്തലത്തിൽ എല്ലാ കക്ഷി നേതാക്കളുമായും ചർച്ച നടത്തിയിരിക്കുകയാണ് സ്പീക്കർ ഓം ബിർള. നാളെ സഭാ നടപടികളോട് സഹകരിക്കാനും പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ല് ചർച്ച ചെയ്യാനും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ സമ്മതിച്ചതായാണ് റിപ്പോർട്ട്. ലോക്സഭ തുടർച്ചയായി തടസ്സപ്പെടുന്നതിൽ കക്ഷി നേതാക്കളെ സ്പീക്കർ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ജന്തർ മന്ദിർ സമരത്തിലെ പോലീസ് നടപടി ചർച്ച ചെയ്യണമെന്ന ആവശ്യം കോൺഗ്രസ് സ്പീക്കർക്ക് മുന്നിലും ഉന്നയിച്ചിട്ടുണ്ട്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് വി ഡി സതീശൻ അന്നേ പറഞ്ഞതാണ്. ഇപ്പോഴിതാ ചെലവ് ചുരുക്കാൻ നിർദ്ദേശം നൽകി ധനവകുപ്പ് സർക്കുലർ ഇറക്കിയിരിക്കുന്നു. ലാഭകരമല്ലാത്ത പദ്ധതികൾ ഒഴിവാക്കണമെന്നും ചെലവുകൾ ചുരുക്കണമെന്നും സർക്കുലറിൽ നിർദ്ദേശിക്കുന്നു. ആ പദ്ധതികൾ ഏതൊക്കെയെന്നാണ് ഇനി അറിയാനുള്ളത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും കർശനമായ ചെലവ് ചുരുക്കൽ നടപടികൾ സ്വീകരിക്കണമെന്നും കാട്ടിയാണ് ധനവകുപ്പ് മറ്റ് വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി സർക്കുലർ പുറത്തിറക്കിയത്. ചെലവ് കൂട്ടരുതെന്നാണ് പ്രധാന നിർദ്ദേശം. പദ്ധതികളുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് ബജറ്റ് എസ്റ്റിമേറ്റിൽ കവിയരുത്. മാറ്റിവെക്കാവുന്ന അറ്റകുറ്റപ്പണികൾ മാറ്റിവെക്കണം. അധികം വരുന്ന ജീവനക്കാരെ പിരിച്ചുവിടാതെ പുതുതായി വരുന്ന ഒഴിവുകളിലേക്ക് മാറ്റി നിയമിക്കണം. ശമ്പള ചെലവ് കൃത്യമായി കണക്കാക്കണം. ചെലവിൽ മുൻ വർഷത്തേക്കാൾ കൂടുതലെങ്കിൽ കാരണം വിശദീകരിക്കണമെന്നും സർക്കുലറിൽ പറയുന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ സാമ്പത്തിക ധവളപത്രം ഇറക്കിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് സൗജന്യ ഓണക്കിറ്റ് ഓഗസ്റ്റ് 10 മുതൽ വിതരണം ചെയ്യും. 16 ഇനങ്ങൾ അടങ്ങിയ കിറ്റ് മഞ്ഞക്കാടുള്ളവർക്കും അന്തേവാസികൾക്കും മാത്രമാണ്. ഓണക്കിറ്റ് വിതരണവും ഓണച്ചന്തകളുടെ പ്രവർത്തനവും ഊർജിതമാക്കാൻ സപ്ലൈകോയ്ക്ക് 253 കോടി രൂപയുടെ അടിയന്തര സഹായം സർക്കാർ പ്രഖ്യാപിച്ചു.
6 ലക്ഷത്തിലധികം സൗജന്യ ഓണക്കിറ്റുകളാണ് ഇക്കുറി സർക്കാർ വിതരണം ചെയ്യുന്നത്. മഞ്ഞക്കാട് ഉപഭോക്താക്കൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് സൗജന്യ കിറ്റ് നൽകുന്നത്. ഇതിനായി 53 കോടി രൂപ അനുവദിച്ചു. ഇതോടൊപ്പം ഓണവിപണിയിലെ ഇടപെടലിനായി 200 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 10 ആരംഭിക്കുന്ന കിറ്റ് വിതരണം ഉത്രാട ദിനത്തിനുള്ളിൽ പൂർത്തിയാക്കും. ഓണത്തോടനുബന്ധിച്ച് മുൻഗണന ഇതര വിഭാഗത്തിലുള്ള സ്പെഷ്യൽ അരി വിതരണവും ആരംഭിക്കും. നീല കാർഡുകാർക്ക് കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 3 കിലോ അരിയും കിലോയ്ക്ക് 8 രൂപ 70 പൈസ നിരക്കിൽ 2 കിലോ ഗോതമ്പും ലഭിക്കും. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി 1,65,000 മെട്രിക് ടൺ അരിയും 24,500 മെട്രിക് ടൺ ഗോതമ്പും വിപണിയിൽ എത്തിക്കും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ഓഗസ്റ്റ് 8 മുതൽ 25 വരെ മെഗാ ട്രേഡ് ഫെയറുകളും 11 ജില്ലകളിൽ ജില്ലാ ഫെയറുകളും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമലയ്ക്ക് പുറമെ ഗുരുവായൂർ ക്ഷേത്രത്തിലും സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയിരിക്കുകയാണ്. ഗുരുവായൂർ ദേവസ്വം ഓഡിറ്റിലാണ് ഹൈക്കോടതി ഗുരുതര ക്രമക്കേട് കണ്ടെത്തിയത്. ഡിജിറ്റൽ ഓൺലൈൻ വരുമാനങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ നൽകിയില്ല എന്ന് ഓഡിറ്റർ ഹൈക്കോടതിയിൽ പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന ഗുരുതര വിവരങ്ങളാണ് സംസ്ഥാന ഓഡിറ്റ് വിഭാഗം സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. ദേവസ്വത്തിന്റെ സാമ്പത്തിക ഭരണ സംവിധാനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലാക്കാൻ വിദഗ്ധ സ്ഥാപനത്തെ നിയോഗിക്കാനും കോടതി നിർദ്ദേശിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിൽ ലഭിച്ച ഓൺലൈൻ ഡിജിറ്റൽ വരുമാനങ്ങളുടെ കണക്ക് ഓഡിറ്റ് ചെയ്യാത്തതിൽ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. ഓഡിറ്റർക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും നൽകാത്തതിനാൽ ഡിജിറ്റൽ വരുമാനം ഓഡിറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. 2011-12 സാമ്പത്തിക വർഷവും 2019-20ലും 54 കോടി രൂപയുടെ കണക്കിൽ ഓഡിറ്റ് ഒബ്ജക്ഷനുണ്ട്. ക്യാഷ്ലെസ് ട്രാൻസാക്ഷനും ഓൺലൈൻ പണമിടപാടിലും ക്രമക്കേടുണ്ട്. ക്ഷേത്രത്തിൽ ലഭിക്കുന്ന സ്വർണം, വെള്ളി ഉരുപ്പിടികളുടെ മൂല്യം 42 വർഷമായി കണക്കാക്കിയിട്ടില്ല. സാമ്പത്തിക ഇടപാട് പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യണമെന്നും അതിനായി വിദഗ്ധരുടെ സേവനം ഉപയോഗിക്കാമെന്നും കോടതി ഉത്തരവിട്ടു. ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടർ കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നും നിർദ്ദേശമുണ്ട്. പുന്നത്തൂർ കോട്ടയിലെ 39 ആനകൾക്ക് കേരള ക്യാപ്റ്റീവ് റൂൾ അനുസരിച്ച് സംരക്ഷണം നൽകണം. സെപ്റ്റംബർ 2 സ്വീകരിച്ച നടപടികൾ ഹൈക്കോടതിയെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ശുദ്ധജല വിതരണത്തിന് RO വാട്ടർ ഉറപ്പുവരുത്തണമെന്നും CCTV നിരീക്ഷണം കാര്യക്ഷമമാക്കണമെന്നും ദർശനത്തിന് ഓഗസ്റ്റ് 4 മുതൽ വിർച്വൽ ക്യൂ സംവിധാനം കൂടി ആരംഭിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. ഗുരുവായൂർ ദേവസ്വം ഓഡിറ്റിൽ ക്രമക്കേടുണ്ടായെന്ന ഹൈക്കോടതിയുടെ പരാമർശം ഗൗരവമായി പരിശോധിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥൻ. സ്വർണം, വെള്ളി കണക്കുകളെല്ലാം കൃത്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വത്തിനെ കുറിച്ച് ഒരു പരാമർശം ഹൈക്കോടതിയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഗൗരവമായി തന്നെ നമ്മൾ പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. അത് ഇതിൻ്റെ മുന്നിലുള്ള ഒരു കാര്യമാണ്. ഇവിടെ സ്വർണ്ണമോ വെള്ളിയൊന്നും ഒരു തരി പോലും നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എല്ലാം ഡബിൾ ലോക്കറിലാണ് ഞങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഡബിൾ ലോക്കറിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ താക്കോല് 3 സ്ഥലത്താണ്. ഒന്ന് തന്ത്രി, ഒന്ന് മല്ലിശ്ശേരി, ഒന്ന് അഡ്മിനിസ്ട്രേറ്റർ. ഇതൊന്നും ആർക്കും ഒറ്റയ്ക്ക് തുറക്കാനോ പിടിക്കാനോ കൊണ്ടുപോകാനോ കഴിയില്ല. ലോക്കർ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി ഇനി ഓൺലൈൻ ബുക്കിംഗ്. സൗകര്യപ്രദമായ സ്ലോട്ട് ബുക്ക് ചെയ്ത് ദർശനം നടത്തുന്നതിനുള്ള സേവനം വരുന്നു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ദർശനത്തിന് ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്താൻ ഭരണസമിതി തീരുമാനിച്ചത്. ഓഗസ്റ്റ് 4 മുതൽ വെർച്വൽ ക്യൂ പ്രാബല്യത്തിൽ വരും. പരീക്ഷണാടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ആദ്യം വിർച്വൽ ക്യൂ ബുക്കിംഗ് നടപ്പിലാക്കുക. ദേവസ്വത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇതിനായി ബുക്ക് ചെയ്യാം. ബുക്കിംഗ് നടത്തിയതിന്റെ പകർപ്പ് ഡൗൺലോഡ് ചെയ്ത ആധാർ കാർഡുമായി ക്ഷേത്രനടയിലെത്തി സെക്യൂരിറ്റി ജീവനക്കാരെ കാണിക്കണം. ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ചെയ്തവർക്ക് പ്രത്യേക നിരയായി സംവിധാനമൊരുക്കും. രാവിലെ 7 മുതൽ 10 വരെയും ഉച്ചയ്ക്ക് 12 മുതൽ 1 വരെയും വൈകിട്ട് 4 മുതൽ 5 വരെയുമാണ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തവർക്ക് ദർശന സമയം അനുവദിച്ചിരിക്കുന്നത്. നിലവിൽ ഓൺലൈൻ ദർശനം പരീക്ഷണാടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കുന്നതെന്നും 8 സ്ലോട്ടുകളിലായാണ് ദർശനം തീരുമാനിച്ചിരിക്കുന്നതെന്നും ഇത് വിജയിച്ചാൽ എല്ലാ ദിവസവും ഓൺലൈൻ ദർശനം സ്ഥിരപ്പെടുത്തുമെന്നും ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥൻ പറഞ്ഞു. ഈ വെർച്വൽ സിസ്റ്റം സക്സസ് ആണെന്ന് തോന്നിയാൽ, ഇത് വിജയകരമായി എന്ന് തോന്നിയാൽ എല്ലാ ദിവസവും ഇത് നടപ്പിലാക്കും. ഓരോ മണിക്കൂറിലും 300 പേർക്കാണ് ദർശനം. ഓരോ സ്ലോട്ടിലും 6 പേർക്ക് വരെ ബുക്ക് ചെയ്യാം. ഈ സേവനം വഴി ദിവസവും 2400 പേർക്ക് ദർശനം നടത്താനാകുമെന്നാണ് പ്രതീക്ഷ. അമൃത ന്യൂസ്, തൃശൂർ.
അയോധ്യ സംഭാവനക്കുള്ള കേസ് അന്വേഷണത്തിൽ കർശന നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. SITയിൽ ഫോറൻസിക് ഓഡിറ്ററെ ഉൾപ്പെടുത്തണം എന്നാണ് നിർദ്ദേശം. അന്വേഷണത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കണമെന്നും അന്വേഷണം തുടർന്നും നിരീക്ഷിക്കുമെന്നും സുപ്രീംകോടതി നിർദ്ദേശം നൽകി. ഭക്തർ നൽകുന്ന പണത്തിന്റെയും മറ്റ് നിർമ്മാണ സംഭാവനകളുടെയും രേഖകൾ വ്യക്തമായി സൂക്ഷിക്കാൻ രാമക്ഷേത്ര ട്രസ്റ്റിനോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും മുൻ ബോർഡ് അംഗം A അജികുമാറിനെയും വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഇരുവരെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട SIT കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും മുൻ ബോർഡ് അംഗം A അജികുമാറിനെയും വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി കൊല്ലം വിജിലൻസ് കോടതിയിൽ SIT കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു. 1 ദിവസത്തെ കസ്റ്റഡിയാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2019 സ്വർണ്ണ കവർച്ച മറച്ചുവെക്കാൻ 2025 ദേവസ്വം ബോർഡ് ഭരണസമിതി ശ്രമിച്ചെന്നാണ് SITയുടെ കണ്ടെത്തൽ. ദ്വാരപാലക ശില്പപാളികൾ ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറെയോ ദേവസ്വം ബെഞ്ചിനെയോ അറിയിക്കാതെ വീണ്ടും സ്വർണം പൂശാൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെയാണ് അന്വേഷണം 2025 ദേവസ്വം ബോർഡ് ഭരണസമിതിയിലേക്കും വ്യാപിപ്പിച്ചത്. A പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ പ്രതികളായ ദ്വാരപാലക ശില്പപാളി കേസിലാണ് PS പ്രശാന്തിനെയും A അജികുമാറിനെയും പ്രതി ചേർത്തിരിക്കുന്നത്. കസ്റ്റഡി അപേക്ഷ കോടതി അടുത്ത ദിവസം പരിഗണിക്കും. അപേക്ഷ അനുവദിച്ചാൽ ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്ത് കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനും തുടർ നടപടികളിലേക്ക് കടക്കാനുമാണ് SITയുടെ നീക്കം. അമൃത ന്യൂസ്, കൊല്ലം. ആസൂത്രണ ബോർഡിലെ PSC പരീക്ഷാ ക്രമക്കേടിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പങ്കെന്ന് വ്യക്തമാക്കുന്ന ആഭ്യന്തര വിജിലൻസ് റിപ്പോർട്ട് PSCക്ക് സമർപ്പിച്ചു. ക്രമക്കേടിൽ വിശദമായ അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് താമസിയാതെ DGPക്ക് കൈമാറും. അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ച് നിയമോപദേശവും തേടിയിട്ടുണ്ട്. PSC പരീക്ഷാ വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ക്രമക്കേടിന് പിന്നിലെന്ന് ആഭ്യന്തര വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. PSC ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിൽ റിപ്പോർട്ട് വിശദമായി വിലയിരുത്തി. കൂടുതൽ ശാസ്ത്രീയമായ അന്വേഷണം നടത്തി ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണമെന്ന ശുപാർശയും വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. തുടർ നടപടിക്കായി ആഭ്യന്തര വിജിലൻസ് റിപ്പോർട്ട് സർക്കാരിന് കൈമാറാനാണ് PSCയുടെ തീരുമാനം. കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അന്വേഷണം പൂർത്തിയാകാതിരുന്നതിനാൽ റിപ്പോർട്ട് കൈമാറുന്നത് നീട്ടി. സ്വയംഭരണാവകാശമുള്ള PSCക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നതിൽ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടിയിരിക്കുകയാണ്. കേസെടുത്തുള്ള അന്വേഷണത്തിന് അനുമതി ലഭിക്കുന്നതോടെ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലും ഉണ്ടാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പോലീസ് സംഘടനയിൽ വൻ അഴിച്ചുപണി. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇല്ലാതാക്കി. ഇനി 3 അല്ല 2 സംഘടനകൾ മാത്രം. സെപ്റ്റംബർ 30-നുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തും. പുനഃസംഘടന സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. നിലവിൽ കേരള പോലീസിൽ 3 സംഘടനകളാണ് ഉള്ളത്. ഇവ പുനഃസംഘടിപ്പിച്ച് 2 സംഘടനകൾ മാത്രമാക്കി ചുരുക്കി. ഇതോടെ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന ഇല്ലാതായി. സിവിൽ പോലീസ് ഓഫീസർ മുതൽ ഗ്രേഡ് SI വരെയുള്ളവർ പോലീസ് അസോസിയേഷനിലും SI മുതൽ നോൺ IPS SP-മാർ വരെയുള്ളവർ കേരള സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയിലും ലയിക്കും. സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര വകുപ്പ് പുനഃസംഘടിപ്പിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. പിരിച്ചുവിട്ട കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ബാങ്ക് അക്കൗണ്ടുകൾ, ആസ്തികൾ, രേഖകൾ, നിക്ഷേപങ്ങൾ എന്നിവയുടെ 60% കേരള പോലീസ് അസോസിയേഷനിലേക്കും 40% കേരള പോലീസ് സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷനിലേക്കും കൈമാറും. ഒക്ടോബർ മാസത്തോടെ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കും. 2 വർഷത്തെ കാലാവധിയായിരിക്കും പുതിയ ഭരണസമിതിക്കുണ്ടാകുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വടകര MDMA കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. റൂറൽ SP മെറിൻ ജോസഫിന്റെ മേൽനോട്ടത്തിൽ വടകര CAയുടെ നേതൃത്വത്തിൽ കേസ് അന്വേഷിക്കും. പേരാമ്പ്ര BRCയിലെ താൽക്കാലിക അധ്യാപികമാരായ കാവ്യ, കീർത്തന എന്നിവരാണ് വടകര MDMA കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത്. അധ്യാപികമാർ ഉൾപ്പെട്ട MDMA കേസിൽ ജില്ലയ്ക്ക് പുറത്തേക്കും അന്വേഷണം നീളുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് കോഴിക്കോട് റൂറൽ SP മെറിൻ ജോസഫിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത്. റിമാൻഡിൽ കഴിയുന്ന BRCയിലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപികയായിരുന്ന മരുതോങ്കര സ്വദേശിനി കീർത്തന, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കൂരാച്ചുണ്ട് സ്വദേശിനി കാവ്യ എന്നിവരെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. കേസിൽ മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. അധ്യാപികമാർക്ക് പുറമെ വിദ്യാർത്ഥികളിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പരിശോധിച്ചു
വരികയാണ്. സാധാരണ ഇപ്പം കേസ് രജിസ്റ്റർ ചെയ്യുമ്പം നമ്മൾ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്യുന്നവരെ വെച്ചാണ് നമ്മൾ ചാർജ് കൊടുക്കാറുള്ളത്. പക്ഷേ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് ഓരോ കേസിലും ഡീപ്പായിട്ടുള്ളൊരു അന്വേഷണം വേണം. പിന്നെ ഓരോ കേസിൻ്റെ പിന്നിലൊരു നെറ്റ്വർക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നെറ്റ്വർക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാനും ഇതിൻ്റെ സോഴ്സ് കണ്ടെത്താനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കേസിൽ ഇപ്പോൾ ഒരു SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീപ്പായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും ഫർദർ അറസ്റ്റുകളും ഇനി വരുന്ന ദിവസങ്ങളുണ്ടാകും. BRCയിലെ താൽക്കാലിക അധ്യാപികയായ കാവ്യയെ ഇന്ന് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട് ഉത്തരവിറക്കി. കീർത്തനയെ കഴിഞ്ഞ ദിവസവും BRCയിലെ താൽക്കാലിക ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു. പ്രതികളെ ഒന്നിച്ച് ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. അതേസമയം പ്രതികൾ ജോലി ചെയ്തിരുന്ന പേരാമ്പ്ര BRCയിൽ യൂത്ത് ലീഗ് പ്രതിഷേധ പ്രകടനവും നടത്തി. കീർത്തനയുടെയും കാവ്യയുടെയും നിയമനം നടത്തിയത് ആരാണെന്ന് അന്വേഷിക്കണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, കോഴിക്കോട്. ലോൺ ആപ്പ് വഴി കോടികളുടെ തട്ടിപ്പ് നടത്തുന്ന സംഘം തിരുവനന്തപുരത്ത് പിടിയിൽ. വിവിധ രാജ്യക്കാരിൽ നിന്ന് കോടികൾ തട്ടിയെടുത്ത സംഘത്തിലെ 18 ഉത്തരേന്ത്യക്കാരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 50 കമ്പ്യൂട്ടറുകൾ പിടിച്ചെടുത്തു. ശ്രീകാര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന കമ്പനിയാണ് തട്ടിപ്പ് നടത്തിയത്. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് തട്ടിപ്പ് സംഘത്തിലേക്ക് എത്തിയത്. പുതിയ സർക്കാർ വന്നതിന്റെ ആരംഭശൂരത്വമാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് ലഹരി മാഫിയകൾ കരുതേണ്ട എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരി മാഫിയകളെ ഉന്മൂലനാശം ചെയ്യുക എന്നതാണ് ആഭ്യന്തര വകുപ്പിന്റെ മുന്നിലുള്ള ലക്ഷ്യം. ഓപ്പറേഷൻ തൂഫാൻ ജാഗരൺ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ലഹരി മാഫിയ ഓപ്പറേഷൻ തൂഫാനെ നിരീക്ഷിച്ചു വരികയാണെന്നും അവരുടെ ഫോൺ കോളുകൾ കേരള പോലീസ് ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇത് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന്റെ ആരംഭശൂരത്വമെന്ന് ലഹരി മാഫിയകൾ കരുതേണ്ട. ലഹരി വിൽപ്പനക്കാരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും കാപ്പ ചുമത്തുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഈ ലഹരി മാഫിയയെ കേരളത്തിന് തുടച്ചു നീക്കുന്നത് വരെ ഓപ്പറേഷൻ തൂഫാൻ മുന്നോട്ട് പോകും. കേരള പോലീസ് അതിന്റെ മുന്നണിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കും. ഇനിയും ചർച്ചകളില്ല, ഉന്മൂലനം മാത്രമേ ഉള്ളൂ എന്നതാണ് വസ്തുത. ഈ ലഹരിക്കെതിരെയുള്ള നമ്മുടെ പോരാട്ടം അവസാനിക്കുന്നില്ല. കേരള പോലീസ് നടത്തുന്ന ഈ ഓപ്പറേഷൻ തൂഫാന് എല്ലാവരുടെയും പിന്തുണയുണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കുട്ടികൾ എന്ത് കഴിക്കുന്നുവെന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ഓപ്പറേഷൻ തൂഫാനെ പിന്തുണച്ച് അമ്മമാർ കത്തുകൾ അയക്കുകയാണ്. കാസർഗോഡ് നടന്ന ഓപ്പറേഷൻ തൂഫാൻ ജാഗരൺ ഉദ്ഘാടനത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സംബന്ധിച്ചു. അമൃത ന്യൂസ്, കാസർഗോഡ്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് തിരിച്ചടി. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലി നൽകാനുള്ള സർക്കാർ ഉത്തരവ് മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കി. ആശ്രിത നിയമനത്തിലെ ഉത്തരവുകളുടെ ലംഘനമെന്ന് കോടതി പരാമർശിച്ചു. സർക്കാർ ജോലി ആർക്കും വലിച്ചെറിഞ്ഞു കൊടുക്കാനുള്ളതല്ല എന്നും കോടതി പറഞ്ഞു. വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ TVKയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിക്കിടെയായിരുന്നു അപകടം. ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ നൽകിയ ആശ്രിത നിയമനം മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചാണ് റദ്ദാക്കിയത്. നിയമനം ആർട്ടിക്കിൾ 14, 16 എന്നിവയുടെ ലംഘനമെന്നാണ് ജസ്റ്റിസ് CV കാർത്തികേയൻ, ജസ്റ്റിസ് R ശക്തിവേൽ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. എല്ലാ സർക്കാർ വകുപ്പുകളിലും ആശ്രിത നിയമനത്തിനായി നിരവധി പേർ കാത്തിരിക്കുന്നുണ്ടെന്നും അവരുടെ ആവശ്യങ്ങൾ അവഗണിച്ച് ഈ കേസിൽ മാത്രം നിയമനം നൽകുന്നത് അനുചിതം എന്നാണ് ബെഞ്ച് വ്യക്തമാക്കിയത്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 3 മെഡൽ. ഭാരോദ്വഹനത്തിൽ 2 വെള്ളിയും 1 വെങ്കലവുമാണ് ഇന്ത്യ നേടിയത്. പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ രാജാ മുത്തുപ്പാണ്ടി വെള്ളി മെഡൽ സ്വന്തമാക്കി. 286 കിലോയിലാണ് രാജാ മുത്തുപ്പാണ്ടി മെഡൽ സ്വന്തമാക്കിയത്. വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ ഗ്യാനേശ്വരി യാദവും വെള്ളി നേടി. സ്നാച്ചിലും ക്ലീൻ ആൻഡ് ജേർക്കിലുമായി 199 കിലോ ഉയർത്തിയാണ് ഗ്യാനേശ്വരി വെള്ളി നേടിയത്. വനിതകളുടെ 58 കിലോ വിഭാഗത്തിൽ ബിന്ധ്യ റാണി ദേവി വെങ്കലം നേടി. ഭാരോദ്വഹനത്തിൽ ഇന്ത്യ നേടുന്ന 5ാമത്തെ മെഡലാണിത്. നേരത്തെ ഭാരോദ്വഹനത്തിൽ ഇന്ത്യയ്ക്കായി മീരാബായി ചാനു സ്വർണവും പുരുഷന്മാരുടെ വിഭാഗത്തിൽ ചനമ്പം ഋഷികാന്ത സിംഗ് വെള്ളിയും നേടിയിരുന്നു. ലോങ് ജമ്പിൽ മലയാളി താരം M ശ്രീശങ്കർ ഫൈനലിലെത്തി. ആദ്യ ശ്രമത്തിൽ തന്നെ 8.01 മീറ്റർ ചാടിയാണ് ഫൈനൽ ഉറപ്പിച്ചത്. ഫൈനൽ ബുധനാഴ്ച നടക്കും. 200 മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്കിൽ സജൻ പ്രകാശ് ഫൈനലിലെത്തിയിട്ടുണ്ട്. മത്സരം ഇന്ന് രാത്രി ഉണ്ടാകും. രണ്ടു വർഷത്തെ കാത്തിരിപ്പിന് വിരാമമായി.
ആധാർ ലഭിക്കാതെ തുടർ പഠനം പ്രതിസന്ധിയിലായ എടത്വ സ്വദേശികളായ ഇരട്ട സഹോദരന്മാർക്ക് ഒടുവിൽ ആധാർ ലഭിച്ചു. വിഷയം അമൃത ന്യൂസ് വാർത്തയാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടലിലൂടെ വിദ്യാർത്ഥികൾക്ക് ആധാർ ലഭിച്ചത്. തലവടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികളായ സാരഥിയും സിദ്ധാർത്ഥുമാണ് ആധാർ നമ്പർ ലഭിക്കാത്തതിനെ തുടർന്ന് പ്രതിസന്ധിയിലായത്. 2 വർഷത്തോളമായി അമ്മ ജ്യോതി ഇവരുടെ ആധാറിനായി മുട്ടാത്ത വാതിലുകളില്ല. ബയോമെട്രിക് പൂർത്തിയായതല്ലാതെ ഇരുവർക്കും ആധാർ നമ്പർ ലഭിച്ചിരുന്നില്ല. ഇതോടെ ഇരട്ട സഹോദരങ്ങളുടെ തുടർ പഠനവും പ്രതിസന്ധിയിലായിരുന്നു. വിഷയം വാർത്തയായതിനെ തുടർന്ന് തലവടി ഗ്രാമപഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം ഇടപെടുകയും തിരുവനന്തപുരം ആധാർ റീജിയണൽ ഓഫീസിൽ നിന്ന് കുടുംബവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു. 2 വർഷമായിട്ട് ഇതിന്റെ പുറകെ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കാര്യം എന്താണെന്നുള്ള കറക്റ്റ് അറിയില്ലായിരുന്നു. ഈ അടുത്താണ് ഇത് കണക്ക് അച്ഛൻ വന്നപ്പോഴത്തേക്കിനും റെഡിയാക്കാൻ കൊടുത്തിട്ട് വീണ്ടും ക്യാൻസലായി പോവുകയും ഞങ്ങളുടെ മെമ്പറായ അനിമമ്പറിനോട് ഞങ്ങൾ കാര്യം പറയുകയും മെമ്പർ അത് മാധ്യമത്തിൽ പറഞ്ഞ് ന്യൂസ് ആക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇപ്പം അത് ന്യൂസ് ആയപ്പോഴത്തേക്കിന് തിരുവനന്തപുരം റീജിയണൽ ഓഫീസിൽ നിന്ന് വിളിക്കുകയും കാര്യം തിരക്കുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞു വീണ്ടും അമ്മയുടെ തന്നെ ബയോമെട്രിക്കിൽ വെച്ച് ചെയ്യാം എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ വീണ്ടും അക്ഷയയിൽ ചെല്ലുകയും അക്ഷയയിലെ സാറ് എല്ലാം കറക്റ്റാക്കി എല്ലാം ഞങ്ങൾക്ക് ചെയ്തു തരികയും ഇപ്പം ഞങ്ങൾക്ക് വീണ്ടും ആധാർ എടുക്കാൻ പറ്റുകയും ചെയ്തിട്ടുണ്ട്. റീജിയണൽ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം നിശ്ചിത തീയതിയിൽ കുടുംബം നീരേറ്റുപുറത്തെ അക്ഷയ കേന്ദ്രത്തിലെത്തി ആവശ്യമായ അപേക്ഷയും രേഖകളും സമർപ്പിച്ചു. അപേക്ഷ പരിശോധിച്ച് നടപടികൾ അതിവേഗം പൂർത്തിയാക്കിയതോടെ 2 വർഷമായി നിലനിന്നിരുന്ന സാങ്കേതിക തടസ്സങ്ങൾ നീങ്ങി ഇരു കുട്ടികൾക്കും ആധാർ ലഭിച്ചു. ആധാർ ലഭിച്ചതോടെ സ്കൂളിലെ വിവിധ ആവശ്യങ്ങൾക്കും തുടർപഠനവുമായി ബന്ധപ്പെട്ട നടപടികൾക്കും ഇനി തടസ്സമില്ല. 2 വർഷമായി അലഞ്ഞെങ്കിലും ഒടുവിൽ ആധാർ ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ആ ഇരട്ട സഹോദരങ്ങൾ. അമൃത ന്യൂസ്, ആലപ്പുഴ. പശ്ചിമബംഗാൾ, ഛത്തീസ്ഗഡ് എന്നീ 2 സംസ്ഥാനങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പരിശോധന. അന്താരാഷ്ട്ര മനുഷ്യക്കടത്ത്, സൈബർ തട്ടിപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. ഇന്ത്യൻ പൗരന്മാരെ അനധികൃതമായി മ്യാൻമറിലേക്ക് കടത്തിയ സംഘത്തെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. ബംഗാളിലെ ദുർഗാപൂർ, ഛത്തീസ്ഗഡിലെ ജഗ്ദൽപൂർ തുടങ്ങിയ മേഖലകളിലാണ് പരിശോധന നടത്തിയതെന്നും ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. കോട്ടയം ചങ്ങനാശ്ശേരി ശ്രീമാതാ അമൃതാനന്ദമയി മഠത്തിൽ ഗുരുപൂർണിമ മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആചരിച്ചു. ഗുരുപാദുക പൂജ, ആത്മീയ സംഗമം എന്നിവയിൽ 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. രാമകൃഷ്ണ വാസുദേവ മുക്തിദായകം, രാമകൃഷ്ണ വാസുദേവ മുക്തിദായകം, രാമകൃഷ്ണ വാസുദേവ. പുലർച്ചെ നഗരസങ്കീർത്തനത്തോടെയാണ് ഗുരുപൂർണിമ മഹോത്സവ ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന ഗുരുപാദുക പൂജയ്ക്ക് മഠാധിപതി സ്വാമിനി നിഷ്ഠാമൃത പ്രാണ നേതൃത്വം നൽകി. തുടർന്ന് സത്സംഗത്തിൽ സ്വാമിനി നിഷ്ഠാമൃത പ്രാണ ഗുരുപൂർണിമ സന്ദേശം നൽകി. ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃക രാമായണത്തിൽ കാണാനാവുമെന്ന് സ്വാമിനി പറഞ്ഞു. അജ്ഞാനമാകുന്ന കുഴിയിൽ വീണ് രക്ഷയ്ക്കായി കരയുന്ന നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അമ്മയ്ക്ക് പിടിക്കാനായി നമ്മൾ നമ്മുടെ കൈകൾ നീട്ടിക്കൊടുക്കണം. രക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന നമ്മൾ ഗുരുവിന് പിടിക്കാനായി കൈ നീട്ടിക്കൊടുത്തില്ലെങ്കിൽ ഗുരുവിന്, ഈശ്വരന് എന്ത് ചെയ്യാൻ പറ്റും? രാമായണത്തിലേക്ക് ഒന്ന് കടന്നു നോക്കുമ്പോൾ ഗുരുശിഷ്യ ബന്ധവും ഗുരുവിൻ്റെ ശിക്ഷണ രീതികളും ശിഷ്യൻ്റെ സമർപ്പണ ഭാവവും എത്ര മനോഹരമായിട്ടാണ് വരച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഇത് കർക്കിടക മാസമാണ്, രാമായണ മാസമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. സത്സംഗത്തെ തുടർന്ന് സർവൈശ്വര്യ പൂജ, നവഗ്രഹ ഹോമം, ഭജന, മംഗളാരതി, മഹാപ്രസാദ വിതരണം എന്നിവയും നടന്നു. ബ്രഹ്മചാരിണിമാരായ സ്വപ്ന, പ്രിയ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് ഭക്തർ പൂജകളിലും ചടങ്ങുകളിലും പങ്കാളികളായി. അമൃത ന്യൂസ്, കോട്ടയം. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസും മുട്ടം റോട്ടറി ക്ലബും ആയുഷ് ആയുർവേദ പത്തിയൂർ ആശുപത്രിയും മാവേലിക്കര
മെഡിവിഷൻ ലബോറട്ടറിയും സംയുക്തമായി ആലപ്പുഴയിലെ കണച്ചനല്ലൂരിൽ സൗജന്യ മെഗാ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TS താഹ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കൃഷി, മത്സ്യബന്ധനം, ദൈനംദിന തൊഴിലുകൾ എന്നിവയെ ആശ്രയിച്ച് ജീവിക്കുന്ന പ്രദേശവാസികൾക്കായി സംഘടിപ്പിച്ച ക്യാമ്പിന് മികച്ച ജനപങ്കാളിത്തമാണ് ലഭിച്ചത്. രാവിലെ 8 മുതൽ ആരംഭിച്ച ക്യാമ്പിൽ ആകെ 209 പേർ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തി. 4 വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ച് വിവിധ രോഗങ്ങൾക്ക് ആവശ്യമായ ആയുർവേദ ചികിത്സയും മരുന്നുകളും നൽകി. ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. 150 കുടുംബങ്ങൾക്ക് കർക്കിടക കഞ്ഞി കിറ്റുകളും വിതരണം ചെയ്തു.